ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു അഫ്ഗാനി കാബൂളി ബീഫ് പുലാവ് റൈസാണ്. അപ്പം നമ്മൾ ഇതിനുള്ള പ്രിപ്പയർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കർ എടുക്കുക. കുക്കറിൽ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് 1 കിലോ കൊണ്ടാണ്. ഒരു 100 മില്ലി സൺഫ്ലവർ ഓയിൽ കുക്കറിൽ പറഞ്ഞതിന് ശേഷം ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യണത് 1 കിലോ അരി കൊണ്ടും 1 കിലോ ബീഫ് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ട് ആ ഉള്ളി എന്ത് ചെയ്യുക, ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. 3 ഉള്ളി. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉള്ളി അയക്കിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആവോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഉള്ളി ഇട്ട പാടന്നെ ഉപ്പിടരുത്. ഉള്ളി ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കഴിയണതും കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കട്ടോ. അടുത്ത് കല്ലുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പൊടിപ്പിട്ടെടുത്താൽ മതി. കല്ലുപ്പാകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റിന് മാറ്റം വരും. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി കൊടുത്ത് ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് കല്ലുപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഈ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഗോൾഡൻ കളർ ആവോളം നമ്മൾ കാത്തിക്കുക. അപ്പോൾ ഗോൾഡൻ ആവോളം ഇളക്കി കൊടുക്കേണ്ട. ഓവറാണ് കരിഞ്ഞു പോയത്. ഓവർ കരിഞ്ഞു പോയാൽ പിന്നെ ചോറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഗോൾഡൻ കളർ ആവോളും നമുക്ക് എന്ത് ചെയ്യുക, കാത്തിക്കുക. അപ്പോൾ ചെറിയ ക്ലിയർ കുറവ് പറഞ്ഞാൽ ക്യാമറമൊക്കെ ആവി തട്ടിയിട്ടുള്ള ആ ഒരു കളർ കമ്മിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി വലിയ പെരുന്നാളൊക്കെയാണ് വരുന്നത്. എല്ലാവരും വീട്ടിലും നല്ല ഫ്രഷ് ബീഫ് കിട്ടും. ബീഫ് കൊണ്ട് നമുക്ക് മലൂത്ത്, മന്തി, ഇറച്ചിച്ചോറ്, അതേപോലെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് വലിയ പെരുന്നാളിൻ്റെ ആ ടൈമിൽ. അപ്പോൾ നമ്മൾ വലിയ പെരുന്നാൾക്കൊരു മാറ്റം, എല്ലാവരും പല ചോറുകളുണ്ടാക്കലേ. ഈ ഒരു ചോറ് കുറച്ച് ഐറ്റംസുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചോറാണ് അഫ്ഗാനി കാബൂളി ബീഫ് പുലാവ് റൈസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരുപാട് വെറൈറ്റികളൊക്കെ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പെരുന്നാൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെടുന്നവർ, ചോറിനെ പറ്റി അറിഞ്ഞവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കി. ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് 1 കിലോ ബീഫ് എല്ലോട് കൂടി, അതേപോലെ നെയ്യൊന്നും ഒഴിവാക്കിയിട്ടില്ല. ബീഫിൻ്റെ കേക്ക് വൃത്തിയാക്കി അതിൻ്റെ ഇടയിൽ ഉള്ളി ഏകദേശം ഗോൾഡൻ കളറായതിനൊക്കെ നോക്കണം കേട്ടോ. കരിഞ്ഞ് പോയിക്കണമെന്നൊക്കെയുള്ള, കരിഞ്ഞ് പോയെങ്കിൽ പിന്നെ ഉള്ളി എടുക്കരുത്. ടേസ്റ്റ് മാറും, ചോറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അങ്ങനെ കേക്ക് വൃത്തിയാക്കി വെച്ചാൽ ബീഫ് എന്ത് ചെയ്യുക, നമുക്ക് ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ, ആ ഗോൾഡൻ കളർ ആവണം. അപ്പോഴാണ് ആ ചോറിൻ്റെ കളറും ചോറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് വരുള്ളൂ കേട്ടോ. പ്രത്യേകമായ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഉപ്പൊക്കെ പാകത്തിന് ഇട്ടുവെച്ചാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഒരു 5 മിനിറ്റോളം എന്ത് ചെയ്യുക, ബീഫ് നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ബീഫും ആ ഉപ്പും ഉള്ളിയും ഓയിലൊക്കെ ഒന്നാണ്ട് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് ഇറക്കി കൊടുക്കണം. എന്നാലാണ് ഇറച്ചൊക്കെ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആവുള്ളൂ. അപ്പം ഈ ഇറച്ചി വേവാൻ പെട്ടെന്നൊരു ടിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് ചിലവർ ഇറച്ചി അല്ല മൂത്ത ഇറച്ചിയൊക്കെ ആകുമ്പോഴേ വെന്ത് കിട്ടാൻ പണിയാണ്. അപ്പോൾ നമ്മൾ കുക്കറിലല്ല ചോറ് പ്രിപ്പയർ ചെയ്യണേ, അത് ചെമ്പ് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ബീഫ് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ ചെയ്യണത്. വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ തീയൊക്കെ കത്തിച്ചാണ്ട് പെട്ടെന്ന് വെന്തിരും. ഇതാകുമ്പോൾ ചെറിയ തീയല്ല, ഗ്യാസ് മേലൊക്കെ ആകുമ്പോൾ. പതിനഞ്ച് അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ ചെയ്യുന്നത്. കുക്കറിൽ ബീഫ് വേവിച്ചതിന് ശേഷം നമ്മൾ ചെമ്പക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ചെമ്പിലാണ് നമ്മൾ ചോറ് ദമ്മിടും. അപ്പോൾ നമ്മളിനി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പാർന്ന് ഇറച്ചി വേവിച്ചെടുക്കുകയാണ്. അതിലൊക്കെ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മളൊരു 4.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ പാരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം പാരുന്നുണ്ടെങ്കിൽ ആ ഇറച്ചി ഒന്ന് വേവാനുള്ള. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇറച്ചി വെന്തതിന് ശേഷം
ചെമ്പൊക്കെ മാറ്റുമ്പോൾ കറക്റ്റ് എത്രയാണോ എടുക്കുന്നത് 1:1.5 അങ്ങനെ എടുക്കുന്ന അരിൻ്റെ പാത്രം എത്ര വലിയ പാത്രമാണെങ്കിൽ 1:1.5 എടുക്കുക. നമ്മൾ ഗ്ലാസ്സിലാണ് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തത് നമ്മൾ വെള്ളമൊക്കെ പാർന്ന് ഇനി കുക്കർ മൂടി വെച്ച് വേവിച്ച് എടുക്കണം. അപ്പോൾ ഏകദേശം ഓരോരുത്തരുടെ കുക്കറിൻ്റെ പവറിനനുസരിച്ചൊക്കെ നിൽക്കും കേട്ടോ വേവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 10 വിസിലോളം അടിക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 10 വിസിലോളം അടിച്ചിട്ടുണ്ടോ. നല്ല ആവ്യ നല്ലൊരു സ്മെല്ലും. കാരണം നമ്മളിതിലേക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ ഇറച്ചിൻ്റെ ആ സ്മെല്ലിങ്ങനെ എണ്ണയോട് കൂടിയുള്ള സ്മെല്ല് എന്താ നല്ല അടിപൊളി സ്മെല്ല്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇറച്ചി വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂക്കിക്കുക. വേവായാൽ ഒരു 3/4 വേവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കോരുക. പിന്നെ ദമ്മിടുമ്പം ചോറോട് കൂടി ദമ്മിടുമ്പം വേവ് റെഡി ആയിക്കോളും. ഓക്കെ. അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്നൊക്കെ ബീഫ് മാറ്റി വെള്ളമൊക്കെ പാകാക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത ഗ്ലാസ് എത്രയാണോ അരി എടുത്തുകഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ഈ കുക്കറത്തെ വെള്ളം എടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ വെള്ളം 1:1.5 എന്നുള്ള കണക്കിൽ വെള്ളം വരാം. വെള്ളം എപ്പോഴും പാരുമ്പോഴും തിളപ്പിച്ച വെള്ളം പാരരുത്. നല്ലോണം തിളപ്പിച്ച വെള്ളം പാരും. ഒരിക്കലും പച്ചവെള്ളം പാരരുത്. തിളപ്പിച്ച വെള്ളം ആകുമ്പോൾ എന്താവും, ഒന്നുകൂടി സാധനത്തിനൊക്കെ ടേസ്റ്റ് കൂടും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വെള്ളം തിളച്ച് വന്നാൽ അരി ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ഫസ്റ്റ് ആട്ടോ ഗോൾഡന്. അപ്പോൾ ഇനി എന്താ ചെയ്യുക, അരിയിടുന്നതിന് മുമ്പ് ഉപ്പൊക്കെ പാകത്തിന് നോക്കുക. എന്നതിന് ശേഷം അരി കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. ഒരു മണിക്കൂറോളം നമ്മൾ അരി കുതിരാൻ വേണ്ടി വെച്ചിരുന്നു. അരി ഇത് തന്നെ ഒന്നും കൂടി തിളച്ച് വന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ അരി എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ഗോൾഡനാണ്. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്ന വെള്ളത്തേക്ക് നമ്മൾ നേരത്തെ കേക്ക് വൃത്തിയാക്കി വെച്ച അരി അതേപോലെ ഇട്ട് കൊടുക്കുക. അടിക്ക് ഇട്ടുകാണ്ട് ഇളക്കുക ഒന്നും ചെയ്യേണ്ട കേട്ടോ. നല്ല കേക്ക് വൃത്തിയാക്കി വെച്ചതാണ്. നേരെ തിളക്കണ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ മുമ്പ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു സാധനം ഇതിൽ കിടന്ന് ടേസ്റ്റ് കൂട്ടണ ഈ സാധനമുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചെറുജീരകം ഫ്രഷ് ഓർക്കുള്ളത് നല്ല സ്മെല്ലുള്ളത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാഞ്ഞാൽ ചോറിൻ്റെ ടേസ്റ്റിനൊക്കെ മാറ്റം വരും, പഞ്ച വെക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് വെള്ളത്തേക്ക് ചെറുജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുജീരകം ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് നോക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കൊന്നും വേണ്ട, ഒന്ന് എല്ലായിടത്തൊന്ന് പരത്തി കിടത്തിട്ട് അതേപോലെ കിടന്ന് അരി വേവിച്ച് എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 3/4 വേവ് അതേപോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി, ഒന്നായിട്ട് ഓവറാക്കണ്ട. അപ്പോൾ അരി ഇറച്ചി അടിയിലും ചോറ് മേലെ നിങ്ങൾക്ക് എടുക്കണം. നന്നായിട്ട് ഇളക്കി ഇതാക്കാം. അടി കൊടുക്കാൻ മറക്കൊന്നും വേണ്ട, ഒരേപോലെ ഉണ്ട് കിടന്നാൽ മതി. അപ്പോൾ തന്നെ ഈ എണ്ണൻ്റെയും ഈ നെയ്യിൻ്റെയും നമ്മളുടെ ചെറുജീരത്തിൻ്റെ ഉപ്പിനൊക്കെ ടേസ്റ്റ് ഒരേപോലെ എല്ലായിടത്തും എത്തും വെള്ളത്തിലായുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, തീയൊന്ന് കൂട്ടി വെച്ചിട്ട് അരിന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അരി ഏകദേശമൊക്കെ വെള്ളം ലെവലായി ഒന്നും പറ്റിക്കാണ്ടേ. അപ്പം ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ 1, 2, 3 സാധനം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ദമ്മിട്ട് അല്ല അലുമിനിയം ഫോയിലൊക്കെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ മുന്തിരി ഒന്ന് വേണ്ടത്, പിന്നെ ദമ്മ മുന്തിരി കേക്ക് വൃത്തിയാക്കി വെച്ചത് കേട്ടോ, അത് മേലെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മുന്തിരിയൊക്കെ ഇതിൻ്റെ പ്രധാന ഒരു ഘടകമാണ് കേട്ടോ ഈ ചോറിൻ്റെ. അപ്പോൾ ചോറ് മുന്തിരി മധുരമാണല്ലോ, അപ്പോൾ ഈ ചോറ് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു മധുരവും ഇതൊക്കെ ഉണ്ടാവും. പിന്നെന്ത് ചെയ്യുക, ക്യാരറ്റ് ഇതേപോലെ ചെറിയ പീസാക്കിയത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ക്യാരറ്റും മുന്തിരി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എല്ലാം നിങ്ങൾ വേവിക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യുക. രണ്ടായാലും ഒരേ ടേസ്റ്റിൻ്റെ കാരണം മധുരം ഉള്ളതുകൊണ്ടും മുന്തിരിയും മധുരം ക്യാരറ്റും ചെറിയൊരു മധുരമൊക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, ഒരു ഏകദേശം ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് അവർ എരിവുന്നുണ്ടാവില്ല, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചോറാണ് അഫ്ഗാനി ബീഫ് പുലാവ് റൈസ്.
ഇനി നമ്മളെന്ത് ചെയ്യുക, ഏകദേശം ചോറൊക്കെ ദമ്മായി നിൽക്കട്ടോ. ഇനി എന്ത് ചെയ്യുക, ഒരു അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ടൊന്ന് മൂടിയിട്ട് എന്ത് ചെയ്യുക, മൂടി വെക്കുക. എന്നതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് ഏതെങ്കിലും ഒരു തുണി എടുക്കുക, ഇതിൻ്റെ മേലെ ഒന്ന് മൂടി വെക്കുക. ഓരോ ചോറ് വെക്കുമ്പോൾ ആ ചോറിൻ്റേതായ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ചോറാണ് അഫ്ഗാനികളെ ബുഹാരി, അതുപോലെ പുലാവ് റൈസ്, അതൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ചോറ് മൂടി വെച്ചൊരു ഏറ്റവും ചെറിയ തീയിൽ വെക്കുക. ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ദമ്മിൽ കെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിക്കുക. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിക്കുക, കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇറച്ചി വേവാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന സംഗതി ചേർക്കാമെന്നുള്ളത്. ഒന്നല്ല, ലൈം സാൾട്ട്. അതെല്ലാ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. അത് 1 കിലോയ്ക്കൊക്കെ ഒരു നുള്ളിടാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അത് ഇടുന്നതിന് മുമ്പ് ഒന്ന് രുചിച്ച് നോക്കിയേനെ അതിൻ്റെ ആ പുളിപ്പും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ഓവർ വാരിട്ട് കഴിഞ്ഞാൽ ചോറും ഇറച്ചിയൊക്കെ കുളമായി നേരെ കൊണ്ടുപോയി ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, കുറച്ചിടുക. ഇറച്ചി വേവോ ഇല്ലയെന്ന് നോക്കിയിട്ട് മാത്രം. ഇറച്ചി ആദ്യം നിങ്ങൾ വിസിലടിച്ചത് നോക്കിയിട്ട് വെന്തിരിച്ചെങ്കിൽ മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഏറ്റവും കൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്മ് പൊട്ടിക്കുക. എങ്ങനെ ഉണ്ട് നോക്കുക. നമ്മളെ അരിയൊക്കെ എങ്ങനെ എടുക്കണൊക്കെ എടുത്താം. നല്ല ഉസാറായിട്ട് വെവ്വേറായിട്ട് തന്നെ വറ്റി കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അതിത് നമ്മൾ ദമ്മ് പൊട്ടിക്കണ്ടോ. ഏകദേശം ഒരു മണിക്കൂറും ചില്ലറി ടൈം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് എന്തോ സ്മെല്ലോ അടിപൊളി സ്മെല്ല്. ആ ചെറുജീരകത്തിൻ്റെ ഇറച്ചിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, അപാരാണ്. ഇത് നിങ്ങൾ ഫ്രിഡ്ജൊക്കെ പാത്തിച്ചൊക്കെ ഇത് ബാക്കിയുള്ള ശേഷം നാളെ കഴിച്ചൊക്കെ ഫ്രിഡ്ജൊന്നായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. വേറൊരു സ്മെല്ലാണ് ഈ അഫ്ഗാനി പുലാവ് റൈസിന്. കാരണം നമ്മൾ വേറൊന്നും ചേർക്കണില്ല. അപ്പോൾ ആ നെയ്യിൻ്റെയും ആ ഓയിലിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പറഞ്ഞാൽ അപാരാണ്. ഇറച്ചി അത്രയും സ്മൂത്തേ കാരണം അതുകൊണ്ട് ഞങ്ങൾ വറ്റി കിടക്കണൊക്കെ എടുത്താൽ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ആ മേലിട്ട ക്യാരറ്റും മുന്തിരൊക്കെ ഒന്ന് ചെറുമട്ടത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പെരുന്നാക്കൊന്ന് ചോറ് ഇറച്ചി കിട്ടുമല്ലോ ഫ്രീ ആയിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീട്ടിലൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ. ഇൻഷാ അല്ലാഹ് കഴിച്ചു നോക്കിയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി കണ്ടേ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഓക്കെ.